ഞാൻ ഭക്ഷണം കഴിഞ്ഞ് ഉറങ്ങിയിരുന്നു. അപ്പോൾ എൻ്റെ ഭാര്യ അടുത്തുണ്ടായിരുന്നു, ഉറങ്ങിയിട്ടില്ലായിരുന്നു. ഒരു 2 മണി ആയി കാണും. അപ്പോൾ ഭയങ്കര ഒരു സൗണ്ട് കേട്ട് എന്നെ വിളിച്ച് എണീപ്പിച്ച് എൻ്റെ ഭാര്യ അടുക്കളയിലേക്ക് നോക്കുമ്പോൾ വെള്ളവും കല്ലും മണ്ണും കൂടി വരികയാണ്. ക്വാർട്ടേഴ്സിൻ്റെ അടുക്കള വാതിൽ തള്ളി തുറന്നിട്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഓടി എൻ്റെ മോന് അടുത്ത ക്വാർട്ടേഴ്സിലുണ്ടായിരുന്നു. അവനെ രക്ഷപ്പെട്ടിരിക്കുന്നു നോക്കാൻ പോയപ്പോൾ അങ്ങോട്ട് ക്വാർട്ടേഴ്സിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല, വെള്ളം നിരന്ന് ഒഴുകുക, കല്ലും മണ്ണും എല്ലാം കൂടി. അപ്പോൾ എൻ്റെ സുഹൃത്താണ് ഉണ്ടായിരുന്നു അവിടെ. അവനോട് പറഞ്ഞു, അവൻ ഏതിലേക്ക് പോയി വന്ന് നോക്കിയപ്പോൾ മകൻ കിടക്കുന്ന ക്വാർട്ടേഴ്സിൻ്റെ വാതിൽ തുറന്ന് നോക്കി അവൻ രക്ഷപ്പെട്ടിരിക്കണമെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് സമാധാനമായി. അങ്ങനെ അവിടെ ഒരു ബസ് സ്റ്റാൻഡുണ്ട് മെയിൻ റോഡിൻ്റെ അടുത്ത്. അതിൽ കയറിന്ന് അമ്പലക്കൊന്ന് കയറി ഞങ്ങൾ അസിസ്റ്റൻറ്റ് മാനേജറെ ക്വാർട്ടേഴ്സിൽ പോയി നടന്ന് രാത്രിക്ക്. അങ്ങനെ രാവിലെ ഒരു 2-2:30 മണിയായപ്പോൾ രക്ഷാപ്രവർത്തകരും സൈനികരും എല്ലാവരും കൂടി ഞങ്ങളെ ടൗണിലേക്ക് കയറ്റി അവിടുന്ന് ആംബുലൻസിൽ വന്ന് മേപ്പാടി സ്കൂളിലാക്കി. അത്രയേ ഉള്ളൂ. ഇപ്പം ബാക്കി പണിയെടുത്ത എല്ലാ സാധനങ്ങളും പോയി, സമ്പാദ്യങ്ങളായിട്ടൊന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ട്. ഇനി എടുക്കാനും പോകാനും പറ്റില്ല. ജീവൻ കിട്ടിയത് തന്നെ ഭാഗ്യം. അത്രയേ ഉള്ളൂ, വേറെ എന്ത് പറയാനും. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ അറിയുന്നവരെല്ലാവരും മരണപ്പെട്ട്. അതിലെനിക്ക് ഭയങ്കരമായ ദുഃഖങ്ങളുണ്ട്. ഇനി എനിക്കായിട്ട് രക്ഷിക്കാൻ പറ്റില്ലല്ലോ അവർ ജീവൻ പോയത്. ഇനി ആ മുണ്ടക്കൈ ഭാഗത്തേക്ക് താമസത്തിനായിട്ട് പോകാൻ പറ്റൂല. ആർക്കും അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നവർക്ക് ആർക്കും പോകാൻ പറ്റില്ല. അത്രയും കണ്ടീഷനായി.